നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബസിൽ നിന്ന് 4.5 പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതികൾ പൊന്നാനി പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനികളായ നന്ദിനി, ദിവ്യ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ 2 പേരും സഹോദരികളാണ്. എടപ്പാൾ പൊന്നാനി ഭാഗത്ത് സർവീസ് നടത്തുന്ന തവയ്ക്കൽ ബസിൽ യാത്ര ചെയ്തിരുന്ന യുവതിയുടെ 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കുറ്റിക്കാട് വെച്ച് പിടിയിലായ യുവതികൾ കവർന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ യുവതി പൊന്നാനി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനികളായ നന്ദിനി, ദിവ്യ എന്നിവരിൽ നിന്നും മാല കണ്ടെടുത്തു. ഇവർക്കെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തു. പയ്യന്നൂർ, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലായി സമാനമായ നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായ യുവതികളെന്ന് പോലീസ് അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൾ അസീസിനെതിരെ CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ ചർച്ചയ്ക്കെടുക്കും. രാവിലെ 11 മണിക്കാണ് അവിശ്വാസ പ്രമേയത്തിനായുള്ള ചർച്ച നടക്കുക. UDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസിനെതിരെയാണ് CPM അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 8 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നാളെ ചർച്ച ചെയ്യും. പഞ്ചായത്തിലെ വികസന മുരടിപ്പുൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചാണ് നോട്ടീസ്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF-നും UDF-നും 8 വീതം അംഗങ്ങളാണുള്ളത്. 1 അംഗം BJP-ക്കുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത്. LDF-ന് പ്രസിഡന്റ് സ്ഥാനവും UDF-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ഇതിനിടെ 2022 ഏപ്രിലിൽ BJP അംഗത്തിന്റെ പിന്തുണയോടെ UDF പ്രസിഡന്റായിരുന്ന CPM-ലെ T ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. ഇത് പാസ്സാവുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസ് പ്രസിഡന്റ് ആവുകയായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചുപിടിക്കാൻ CPM രംഗത്തിറങ്ങിയിരിക്കുന്നത്. UDF-ൽ നിന്നുള്ള ചില അംഗങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് CPM അംഗങ്ങൾ വ്യക്തമാക്കി. CPM ഏരിയ സെക്രട്ടറിയും ഇതിനകം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവിശുദ്ധ മുന്നണിയാണ് ഭരണം നടത്തുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം യാതൊരുവിധ വികസനവും കൊപ്പത്ത് നടന്നിട്ടില്ല. ഒന്നും നടക്കാത്തതുകൊണ്ട് കൊപ്പത്തെ ജനങ്ങൾക്കിടയിൽ കാര്യമായ അസംതൃപ്തിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIM അവിടെ അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള അസംതൃപ്തി ഭരണസമിതിയിലും പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി പറയണം. BJP-യുടെ യാതൊരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. BJP-യുമായി സഹകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്തും ഒരു കാലത്തും ഒന്നും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. കൊപ്പത്ത് ഈ അവിശ്വാസ പ്രമേയത്തിലും BJP-യുടെ സഹായം വേണ്ട എന്ന ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ആവർത്തിക്കുക. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് പരിചരണവും പ്രവർത്തന പദ്ധതിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് പരിചരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ A സുഷമ, അജിതകുമാരി, പ്രകാശ്, ജേക്കബ്, ബിന്ദു, ശശികുമാർ, KK ബിന്ദു എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ഡോക്ടർ E സുഷമ, MG പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞകാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസുകളെ ഒരു പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരും. ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കരട് പദ്ധതി രേഖാപ്രകാശനം പ്ലാനിംഗ് ബോർഡ് അംഗം വിജയൻ പൂവക്കോടിന് ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രദീപ് ഗോപാലകൃഷ്ണൻ കൈമാറി. വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നീമ ഇസ്മായിൽ, ചെയർമാൻ PV ഉണ്ണികൃഷ്ണൻ, ചെയർപേഴ്സൺ ഷെയ്മ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് അംഗങ്ങളായ PT മുഹമ്മദ് കുട്ടി, ഷെഫീന ഷുക്കൂർ, PTM ഫിറോസ്, MK മുഹമ്മദ്, PK ബഷീർ മാസ്റ്റർ, P പ്രസന്ന, V സൈദലവി,
കെ ബിന്ദു, തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ്, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇസ്മയിൽ വിളയൂർ, BDO MK സരിത, എക്സ്റ്റൻഷൻ ഓഫീസർ AP ജഗദീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി അവസരങ്ങളുള്ള നോബിൾ ബയോ കെയറിന്റെ ഡെന്റൽ ഇംപ്ലാന്റ് കോഴ്സ് ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിൽ ആരംഭിച്ചു. പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിൽ നോബിൾ ബയോ കെയറിന്റെ ഡെന്റൽ ഇംപ്ലാന്റ് കോഴ്സ് ആരംഭിച്ചു. 6 മാസത്തെ മൊഡ്യൂൾ കോഴ്സാണ് സ്ഥാപനം നൽകുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുള്ള ഡോക്ടർമാർ കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ തന്നെ 2 സെന്ററുകളിൽ ഒന്നാണ് ചാലിശ്ശേരിയിലേത്. നോബിൾ ബയോ കെയറിന്റെ പ്രശസ്ത ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ വിനോദ് കൃഷ്ണനാണ് കോഴ്സിന് നേതൃത്വം നൽകുന്നതെന്നും സ്ഥാപന അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാൻഡലോൺ ഡെന്റൽ കോളേജിൽ ആദ്യമായി കേരളത്തിൽ നാക്കിന് A+ ഗ്രേഡ് കിട്ടിയതും ഞങ്ങൾക്കാണ്. ഇപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പാലക്കാടിൽ നിന്ന് വിളിക്കാനുണ്ടായ കാരണം ഞങ്ങൾ പുതിയ ഒരു പാവങ്ങൾക്കായി ഇപ്പോൾ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി, അതായത് നോബിൾ ബയോ കെയറുമായി സഹകരിച്ച് ഇംപ്ലാന്റ് 75ഓളം രോഗികൾക്ക്, ഓൾറെഡി 60ൽ കൂടുതൽ രോഗികൾക്ക് ഇപ്പോൾ ഈ വർഷം ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാവങ്ങൾക്കുള്ള ധനസഹായം കൊടുക്കാൻ വേണ്ടി മാത്രമായി. ഇപ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായി അനേകായിരം രോഗികൾക്ക് ഒരു ചികിത്സാ സൗകര്യം നൽകി വരുന്നുണ്ട്. ജനുവരി 26-ന് ഇന്ത്യ 75 റിപ്പബ്ലിക് ആഘോഷിക്കുന്ന വേളയിൽ 75 ഇംപ്ലാന്റ് രോഗികൾക്ക് സൗജന്യമായി ഇംപ്ലാന്റ് സർജറി നടത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കല്ലായി സെയ്ദ് ഹാജി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു ജോർജ് ചമ്മനം, ഡോക്ടർ സുമിത്ര S, ഡോക്ടർ ഷാജഹാൻ PA തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ പല്ല് നഷ്ടപ്പെട്ട രോഗികൾക്ക് പല്ല് വെക്കുന്ന ഏറ്റവും അതിനൂതനമായ ചികിത്സാ രീതിയാണ് ഈ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ചികിത്സാ രീതി. അത് നമ്മളുടെ ഈ തൊട്ടടുത്ത റോയൽ ഡെന്റൽ കോളേജിൽ ഇത് ചെയ്തു തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പഠിക്കുന്ന ഡോക്ടർമാർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോളേജ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഇംപ്ലാന്റ് കമ്പനികളിൽ ഒന്നായ നോബിൾ ബയോ കെയറുമായി ഒരു ടൈപ്പിലെത്തുകയും അവരുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർമാർക്ക് കൂടുതൽ പ്രാഗൽഭ്യം ലഭിക്കുന്നതിനായിട്ടുള്ള കോഴ്സുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സ്, അതിൻ്റെ ആദ്യത്തെ മോഡ്യൂൾ ഇന്നലെ നമ്മുടെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ 80ഓളം നിർധനരായ രോഗികൾക്ക്, അവർക്ക് ഒരു കാരണവശാലും ഇംപ്ലാന്റ് പ്രാപ്യമല്ലാത്തതിനാൽ, വളരെ ചെലവേറിയ ഒരു ചികിത്സ ആയതുകൊണ്ട് പ്രാപ്യമല്ലാത്തതിനാൽ അത് നമ്മുടെ കോളേജ് തന്നെ അത് ഫ്രീ ആയി അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമും ഇതിനോടനുബന്ധമായി. വിളയൂരിൽ ഗാന്ധിജിയെ അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം നടത്തിയത്. വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ A അധ്യക്ഷത വഹിച്ചു. വാപ്പുട്ടി P, സീനിയർ നേതാക്കളായ അപ്പുട്ടി, വേലായുധൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഹീം K, മറ്റു കോൺഗ്രസിന്റെ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക്, INTUC നേതാക്കളായ അമീർ, മുസ്തഫ VM, മൂസിൻ MC, മെഹബൂബ്, മണികണ്ഠൻ P, സുബേർ വാപ്പു, സുനിൽ, കബീർ, നിയാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം, തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്.
തൃത്താല IAS സ്കൂൾ മോണ്ടിസോറി പ്രൈമറി സയൻസ് എക്സിബിഷനും ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂൾ ജനറൽ സെക്രട്ടറി MN കുഞ്ഞാലു സാഹിബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി, ജോയിന്റ് സെക്രട്ടറി KV ബഷീർ, പ്രിൻസിപ്പാൾ മുഹമ്മദ് ഷാഫി, അഡ്മിൻ രതീഷ്, PTA പ്രസിഡന്റ് വിനോദ്, MPTA വൈസ് പ്രസിഡന്റ് ആരിഫ, പ്രീ പ്രൈമറി ഹെഡ് സീനത്ത്, UP ഹെഡ് ഷാഹിദ ബീഗം, MS ഹെഡ് ഷാഫി ഹുദവി, ഫിസിക്കൽ കോച്ച് ഷൈബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുഡ് ഫെസ്റ്റിലൂടെ സമാഹരിക്കുന്ന തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 3 മണിവരെ നീണ്ടുനിന്ന ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ കർണാടക സംഗീത വിഭാഗവും മൃദംഗ വിഭാഗവും സംയുക്തമായി പുഷ്യബഹുള പഞ്ചമി ദിനത്തിൽ സംഗീതാർച്ചന നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന സംഗീതാർച്ചന മണ്ണൂർ രാജകുമാരനുണ്ണി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കേരള കലാമണ്ഡലം അക്കാദമി കോർഡിനേറ്റർ അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംഗീതത്തിൽ മികവ് കാണിച്ച സുകുമാരി നരേന്ദ്രമേനോൻ, OK അംബിക ടീച്ചർ, ഡോക്ടർ സദനം ഹരികുമാർ, വാമനൻ നമ്പൂതിരി, ഡോക്ടർ കൊല്ലം GS ബാലമുരളി, ഡോക്ടർ അങ്ങാടിപ്പുറം ശ്രീദേവി, വയല രാജചന്ദ്രൻ, ഡോക്ടർ K ജയകൃഷ്ണൻ, കലാമണ്ഡലം ശിവദാസൻ, കലാമണ്ഡലം കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ത്യാഗരാജകൃതികളുടെ ആലാപനവും ത്യാഗരാജകൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് തിരുവനന്തപുരം S മഹാദേവൻ ക്ലാസുകളും എടുത്തു. സംഗീത കച്ചേരിയും ഉണ്ടായി. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ നല്ല രീതിയിലുള്ള ക്ലാസ്സാണ്. ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരായ ആളുകൾ, നമുക്കറിയാം ഉന്നത തലങ്ങളിലുള്ളവർക്ക് പല വിധത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഈ ന്യൂനപക്ഷത്തിൽ കിടക്കുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് അത് വളരെയധികം ഗുണകരമാണ്. നമുക്ക് ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ പഠനം മാത്രമല്ല ജീവിതം എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക്, അതായത് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഏത് വിഷയമാണോ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മറ്റു ക്ലാസ്സുകളിലേക്ക് പോകേണ്ടത്, ഏത് വിഷയം എടുക്കണം അതിനെക്കുറിച്ചും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിൽ എത്തിപ്പെട്ടാൽ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രാധ, പ്രിൻസിപ്പൽ രഘുകുമാർ V, PTA പ്രസിഡന്റ് ഷാനവാസ്, സുബിന T, നസീമ, അബ്ദുൾ റസാഖ് V തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയേറിയ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.